വിദ്യാഭ്യാസമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ചെലവ് കുറഞ്ഞ പ്രതിരോധ മാർഗം എന്ന ഐറിഷ് തത്വചിന്തകനായ എഡ്മണ്ട് ബർക്കിൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബന്ധങ്ങളുടെ ആഴം. രാത്രി ആരോ വാതിൽ മുട്ടുന്നത് കേട്ട് ഗുരു വാതിൽ തുറന്നപ്പോൾ കണ്ടത് പ്രിയ സുഹൃത്തിനെയാണ്. അയാൾ വളരെ സങ്കടത്തോടെയും ദയനീയതയോടെയും പറഞ്ഞു, ഞാൻ ഒരാൾക്ക് 500 രൂപ കൊടുക്കാനുണ്ട്. നേരം വെളുക്കുന്നതിന് മുൻപ് കൊടുത്തില്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടമാകും. എന്നെ സഹായിക്കണം. പണം കയ്യിലില്ലാതിരുന്നത് കൊണ്ട് അയൽക്കാരിൽ നിന്നും വാങ്ങി ഗുരു അയാൾക്ക് നൽകി. സന്തോഷത്തോടെ അയാൾ തിരികെ നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ വിഷമത്തോടെ വാതിൽക്കലിരിക്കുന്ന ഗുരുവിനോട് ഭാര്യ ചോദിച്ചു, കടം എങ്ങനെ വീട്ടുമെന്നോർത്താണോ ദുഃഖം? ഗുരു പറഞ്ഞു, അല്ല. പ്രിയ സുഹൃത്ത് ഇത്രയും ചെറിയ തുകയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന വിവരം പോലും അറിയാത്ത ഞാൻ എങ്ങനെ നല്ല സുഹൃത്താകും? മുട്ടി വിളിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പറയാതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ്. അടുത്തിരിക്കുന്നവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ കുറവ് പോലും പിടികിട്ടുന്നില്ലെങ്കിൽ ആ അടുപ്പത്തിനിടയിലും വ്യക്തമായ അകലമുണ്ട്. എൻ്റെ സുഹൃത്താണ് എന്ന് പലരെക്കുറിച്ചും പറയുന്നത് അവരെക്കുറിച്ച് ഒന്നും അറിയാതെയാണ്. ആവശ്യങ്ങളോ ഇഷ്ടങ്ങളോ കുറവുകളോ ഒന്നും മനസ്സിലാക്കാത്ത ആളുകളെ സുഹൃത്തുക്കളെന്ന് വിശേഷിപ്പിക്കുന്നത് ഭംഗിവാക്ക് മാത്രമാണ്. എന്തൊക്കെ കിട്ടും എന്ന് നോക്കി തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളാണ് ഭൂരിഭാഗവും. അവരൻ്റെ ആവശ്യങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ബന്ധമുണ്ടാകുമോ? പരസ്പരം മനസ്സിലാകുന്നില്ല എന്നതാണ് എല്ലാ വേർപിരിയലിൻ്റെയും അടിസ്ഥാന കാരണം. പറയാതെ തന്നെ മനസ്സിലാക്കാനും മനസ്സിലാകുന്ന വിധത്തിൽ പറയാനും കഴിയുന്നവരുടെ ഇടയിൽ മാത്രമാണ് സത്യസന്ധമായ സൗഹൃദമുള്ളത്. യഥാർത്ഥ ബന്ധങ്ങൾ ആവശ്യപ്പെടുന്ന ചില കൈമാറ്റ വ്യവസ്ഥകളുണ്ട്. ഒന്നും ഒളിക്കരുത്, മൗനവും വായിച്ചെടുക്കണം, അഭിമാനം സംരക്ഷിക്കണം, ന്യൂനതകളെ കരുതണം. എല്ലാ ആവശ്യങ്ങളും ആത്മസുഹൃത്തുക്കളോട് പോലും പറയാനാകില്ല. പറയേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതിനാലാണ് ബന്ധങ്ങളുടെ ആഴം തീരുമാനിക്കപ്പെടുന്നത്. ഇരുട്ടിൽ നിൽക്കുന്നവനെ മനസ്സിലാക്കുന്നവനാകണം സുഹൃത്ത്. വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നവരുമായി ബന്ധം സ്ഥാപിക്കാനും അവരുടെ ശോഭയിൽ തിളങ്ങാനും എല്ലാവർക്കും ഇഷ്ടമാണ്. അത്തരം പ്രകാശം നോക്കി പ്രത്യക്ഷപ്പെടുന്നവർ അപമാനത്തിൻ്റെയോ സംശയത്തിൻ്റെയോ നിഴൽ വീഴാൻ തുടങ്ങി എന്നറിഞ്ഞാൽ പതിയെ അപ്രത്യക്ഷമാകും. നേരുന്ന ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.